നമുക്ക് ബഡ് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ആദ്യം ഈ ജാതി ചെയ്യുന്നത്, അപ്പോൾ ഈ ഇരിക്കുന്ന ഇതാണ് അതിന്റെ ജാതി ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ജാതി ബഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമായി ഒരു ജാതി ബഡ് ചെയ്യുന്നതിന് അതിന്റെ മദർ പ്ലാന്റ് എന്ന പോലെ റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിനാദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഫ്രൂട്ടിലുള്ള ഏറ്റവും നല്ല കായ്ഫലമുള്ള ജാതിയിൽ നിന്ന് നല്ല ജാതി കുരു പറക്കി, അപ്പൊ അതില് ശരിക്കും നല്ല അതിന്റെ ജാതിപത്രി നല്ല ചുമപ്പ് ഒക്കെയുള്ള ജാതിപത്രിയുള്ള ഇത് കായ പറക്കി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ മണ്ണും മണലും പാകി ഇടുവാണ് ഇങ്ങനെ. അതിനുശേഷം ഒരു 3 മാസത്തോളം കഴിയുമ്പോഴേക്കും അത് മുളച്ചു വരും. അത് നമ്മൾ കവറിൽ മണ്ണും മണലും ചാണകവും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മളത് കവറിലും നട്ട് ഏകദേശം 1 വർഷത്തോളം ആകുമ്പോഴേക്കാണ് നമ്മൾ ആ ജാതി തൈ നമുക്ക് ബഡ് ചെയ്യാൻ പാകത്തിനാകുന്നത്. അപ്പോൾ അങ്ങനെ 1 വർഷത്തോളമായ ജാതി തൈയാണിത് നമുക്ക്. അപ്പം നമ്മൾ ഈ ജാതി തൈയിലേക്കാണ് നമ്മൾ ഏറ്റവും നമ്മുടെ ഫാമിൽ തന്നെയുള്ള ഏറ്റവും കായ്ഫലമുള്ള ജാതിയിലെ ബഡ് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ജാതി ബഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഫാമിലുള്ള ഏറ്റവും കായ്ഫലമുള്ള ജാതിയിലെ ബഡാണിത്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ജാതി ബഡ് ചെയ്യുന്നതിന് നമ്മൾ ഈ ജാതിയുടെ ഏകദേശം ഒരു 2 തട്ടൊക്കെ ഉണ്ടെങ്കിൽ 1 തട്ടിന്റെ മുകളിലെ ഭാഗത്താണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ജാതി നമുക്ക് ബഡ് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ആദ്യം ഈ ജാതിനെ നമ്മൾ ഒരു ഇഞ്ച് ഒക്കെ നീളത്തിൽ നമ്മളത് പൊളിക്കുകയാണ് ഇങ്ങനെ. അതിലേക്ക് നമ്മൾ ജാതി ബഡ് വെച്ച് കൊടുക്കുവാണ്. അപ്പൊ ഇതാണ് ജാതി ബഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഇല വെച്ചാണ് ജാതി ബഡ് ചെയ്യാൻ ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ഇതാണ് അതിന്റെ ജാതിയുടെ ബഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് ഇതിലേക്ക് വച്ച് കൊടുക്കുവാണ്. നമ്മൾ പൊളിച്ച ഭാഗത്തേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടോയിൻ കൊണ്ട് ഇത് ടൈറ്റായിട്ട് നമ്മൾ കെട്ടുക. ഏകദേശം ഒരു 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഈ ടോയിൻ നമ്മൾ അഴിച്ചു വിടും. അത് ഏകദേശം നമ്മൾ ഇത് ബഡ് പിടിച്ചോ എന്ന് നമുക്ക് ഏകദേശം ഇതിന്റെ ഇല കേടുകൂടാതെ തന്നെ നിൽക്കുവാണെങ്കിൽ തന്നെ നമുക്ക് 100% ഉറപ്പാണ് നമുക്കത് ജാതി ബഡ് തൈ രൂപത്തിൽ നമുക്ക് കിട്ടുമെന്ന്. അത് കഴിഞ്ഞ് ഒരു 30 ദിവസം കഴിഞ്ഞ് ഈ ടോയിൻ അഴിച്ചു കഴിഞ്ഞാൽ ഒരു 45 ദിവസം ആകുമ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്യണത്. ഇതിന്റെ ഇവിടം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2-3 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഈ ജാതിയുടെ ബഡ് തൈ റെഡി ആവുകയാണ്. ഇപ്പൊ ഇത് നമ്മൾ ടോയിൻ അഴിച്ചു കഴിയുമ്പോൾ ഇവിടെ നിന്നാണ് മുകുളം വരുന്നത്. അപ്പോൾ ഒരു നല്ല കായ്ഫലമുള്ള ഒരു ജാതി ബഡ് തൈ നമുക്ക് അപ്പോൾ റെഡി ആവും. ഇപ്പോൾ നമ്മൾ നേര്യമംഗലം ജില്ലാ കൃഷി ഫാമിൽ അത്യുൽപാദന ശേഷിയുള്ള നല്ല ഇനം ജാതി ബഡ് തൈകൾ സെയിലിന് ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഈ വർഷം നമ്മൾ ചെയ്ത ജാതി ബഡ് തൈയാണ് ഇത്. ഏകദേശം ഇപ്പോൾ ഇതൊരു 2 മാസത്തോളം ആയി ഇതിന്റെ മുകുളം വന്ന് നമുക്ക് ഈ പാകത്തിനായേക്കണത്. ഇത് ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള ഇനം ജാതി ബഡ് തൈ തന്നെയാണ്. നമ്മുടെ ഫ്ലോട്ടിൽ ഏകദേശം നിറഞ്ഞു കായ്ക്കുന്ന ജാതിയിൽ നിന്ന് എടുത്ത ബഡ് എടുത്ത് ഞങ്ങൾ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൈയാണിത്.